കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് അനുഭവിച്ചറിയേണ്ടതിന് നമ്മെ അവൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ കർത്താവിനോട് ഇന്ന് പറയാം, കർത്താവേ, ഇനിതാ നിന്നോട് ചേർന്നായിരിക്കുമ്പോൾ എൻ്റെ വിഷയത്തിന്മേൽ നീ പ്രവർത്തിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ നീ പ്രവർത്തിക്കണമേ, എൻ്റെ സഭയുടെ വിഷയങ്ങളുടെ മേൽ നീ പ്രവർത്തിക്കണമേ, എൻ്റെ ദേശത്തിൻ്റെ വിഷയങ്ങളുടെ മേൽ നീ പ്രവർത്തിക്കണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ കർത്താവ്, നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ കർത്താവ്, ഇന്നവൻ പ്രവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ കടന്നു വരുവാനുള്ളവരെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. തക്ക സമയത്ത് കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആയിരിക്കാം. ആമേൻ. ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും കടന്നു വരേണ്ടതിന് ആരും മടിച്ചിരിക്കുവാൻ സ്വർഗ്ഗമേ നീ അനുവദിക്കല്ലേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഏതെങ്കിലും സാഹചര്യത്താൽ കടന്നു വരുവാൻ സാധിക്കാതെ പോയവരെയും നമുക്ക് ഈ സമയം ഓർക്കാം. അവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവരുടെ ഔദ്യോഗിക ഇടങ്ങളിൽ ആമേൻ നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അവരും അനുഭവിക്കേണ്ടതിന് ഈ കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം അവരും ഏറ്റെടുക്കേണ്ടതിന് അവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് വലിയൊരു വിടുതലിൻ്റെ ദിവസമായി തീരേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ വലിയ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന്, ആരാധനയിൽ വലിയ വിടുതൽ നടക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്നുവരെയും നടത്തിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, ഞാനൊന്നുമില്ലായിരുന്നു, ഞാനൊന്നുമില്ല കർത്താവേ, നിന്നാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയവനായ കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ഇന്നും ഇറങ്ങി വരണമേ എന്ന് ഹല്ലേലൂയ. ഇന്ന് കടന്നു വരുന്ന ജനത്തിന്മേലൊക്കെയും അത് വിടുതലായി തീരണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയട്ടെ. വിശ്വസ്താദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അടികളങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസവും നീ അടികൾക്ക് ദാനമായി തന്നതിനായി അടികളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസം അടികൾക്കൊരുമിച്ച് കടന്നു വന്ന് സഭായോഗമായി കൂടുവാൻ കർത്താവ് കൃപ തന്നതോർത്തങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയവനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളുടെ മേലെല്ലാം വലിയ സാന്നിധ്യം ഇറങ്ങി വരണമേ. പാടുവാനും ആരാധിപ്പാനും നിന്റെ മക്കളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഒരു പുതിയ അനുഭവം ഒരുക്കി കൊടുക്കണമേ. ഒരു പുതിയ അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ നിന്റെ മക്കളെ നീ ഇടയാക്കുമാറാക്കണമെന്ന് അടികളങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്തൃമേശ ശുശ്രൂഷയുടെ മധ്യേ ഉണ്ടല്ലോ. ഹല്ലേലൂയ കർത്താവേ. അടികളാ മേശമേൽ നോക്കുമ്പോൾ അടിങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായ കർത്താവിനെ ഒന്ന് ഓർക്കുവാൻ, ആ കഷ്ടതയൊന്ന് മനസ്സിലാക്കുവാൻ, അതെൻ്റെ പേർക്ക് എന്ന് ഓർത്തുകൊണ്ട് കർത്താവേ അതിൽ ഭാഗവാക്കാകുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഹല്ലേലൂയ അത് ഏറ്റെടുക്കുവാൻ, കരങ്ങളെ നീട്ടുവാൻ, ഹല്ലേലൂയ ഒരു പുതിയ ജീവൻ പ്രാപിക്കേണ്ടതിന് നിന്റെ ജനത്തെ കർത്താവ് സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ
ശുശ്രൂഷയുമായി ഹല്ലേലൂയ കടന്നു വരുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാകുന്ന കർത്താവേ, നിന്റെ മക്കളെയും കർത്താവേ നീ സഹായിക്കണമേ. ഹല്ലേലൂയ അവിടെ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്ന് നൽകിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് ചൊരിയുന്നതോർത്തങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ ലഭിക്കുന്നത് പിന്നെയും ഏറ്റെടുത്തുകൊണ്ട് മറ്റനേകർക്ക് പകർന്നു കൊടുക്കുവാൻ നിന്റെ മക്കളായ അടിയങ്ങളെ നീ സഹായിക്കുമാറാക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ആ വലിയ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കടന്നു വന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് കടന്നു വന്നടിങ്ങൾക്ക് ഒരുമിച്ച് ഈ സ്വർഗീയ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി മടികളങ്ങേ സ്തുതിക്കുകയാകുന്ന കർത്താവേ, ആ വലിയ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിയോടന്തം സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മനോജ് പാസ്പോർട്ട് കടന്നു വന്ന ശുശ്രൂഷ ലേഡിയെയും ഇന്ന് കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവം കൊടുത്ത കർത്താവ് നൽകിയ പുതിയ വാഹനത്തിൽ അവർ ഒരുമിച്ച് കടന്നു വരുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ ആരാധനയിലും അതിവിടെ പ്രകടമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Oh, we praise you, Jesus. Praise the Lord. Hallelujah. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വർഷത്തിൻ്റെ പ്രാരംഭ മാസത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവമുടെ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് സമ്പൂർണ്ണമായി സമർപ്പിക്കാമല്ലോ. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഉറപ്പുള്ളവർ ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ഈ സമയം ഇവിടെ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇതേ മാസം ആണ് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതെനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കാരണം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ 19-ാം തീയതി ആണല്ലോ. അന്നേ ദിവസമാണ് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതേ മാസത്തിൽ തന്നെ പുതുവർഷത്തിൽ ദൈവം നന്മകളാൽ നിറയ്ക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ച ഞാൻ അർപ്പിക്കുന്നു. വരുന്ന ആഴ്ചയിൽ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞാൻ ആ ടെസ്റ്റ് പണി ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ ദൈവം തന്ന പുതിയ നന്മയുമായിട്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. 2 വീലറിലുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇത്രയും ദൂര യാത്രയായതുകൊണ്ടും ഞാൻ കുടുംബത്തെ കൂട്ടാറില്ല. ഞങ്ങൾ കൂടി വരുന്ന ദൈവസഭ IPC ദൈവസഭയാണ്. അപ്പോൾ അവർ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ രാവിലെ അവിടെ കൊണ്ടുവിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം തന്ന നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച ദൈവദാസനും ദൈവസഭയ്ക്കുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രവചന ദൂതുകളാണ് അതൊക്കെയും കർത്താവിൻ്റെ ദാസനിലൂടെയൊക്കെ അറിയിച്ച ആലോചനകളാണ് ഇന്ന് നിവർത്തീകരിച്ചത്. ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇനിയും അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കാനുണ്ട്. നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള കുടുംബപരമായി പറഞ്ഞിട്ടുള്ള ആലോചനകളെല്ലാം നിവർത്തിക്കാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കുവാൻ നമ്മുടെ നാവ് പോരാ. അത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്. എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാമോ അത്രമാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ. ആരാധിക്കും ഞാൻ
ആരാധിക്കും വല്ലഭനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും വല്ലഭനാ യേശുവിനെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതൊരു പുതിയ പാട്ടായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ വരി അറിയത്തില്ലായിരിക്കാം. നിങ്ങൾക്ക് ആ കോറസ് മാത്രം ഒന്ന് പാടാമോ? ഹല്ലേലൂയ മാത്രം ഒന്ന് പാടാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കോറസ് വരുന്ന ഭാഗം നമ്മൾ ഒരുമിച്ച് പാടണം. ബാക്കിയുള്ള വരികൾ ഞാൻ ചേർന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം പാടുക, ഇല്ലെങ്കിൽ ആ കോറസ് മാത്രം പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും വല്ലഭനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും വല്ലഭനാ യേശുവിനെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും വല്ലഭനാ യേശുവിനെ സഭ പാടിച്ചേ ആരാധിക്കും ഞാൻ ആരാധിക്കും നല്ലവനാ യേശുവിനെ ആരാധിക്കും ഞാൻ ആരാധിക്കും വല്ലഭനാം യേശുവിനെ. രണ്ട് കരങ്ങൾ ഉയർത്തി പാടിക്കാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
അടുത്ത വരി ഇങ്ങനെ പറയുന്നു, അഗ്നിയുടെ നിറവിൽ ഞാൻ ആരാധിക്കും, തീച്ചൂളയുടെ നടുവിൽ ഞാൻ അങ്ങേ ആരാധിക്കും, കഷ്ടതയുടെ നടുവിലും ഞാൻ അങ്ങേ ആരാധിക്കും, സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. അഗ്നിയുടെ നിറവിൽ ഞാൻ ആരാധിക്കും യേശുവിനെ, അഗ്നിയുടെ നിറവിൽ ഞാൻ ആരാധിക്കും യേശുവിനെ, തീച്ചൂളയിൻ നടുവിലും ആരാധിക്കും യേശുവിനെ. പടമോ തീച്ചൂളയിൻ നടുവിലും ആരാധിക്കും യേശുവിനെ. അഗ്നിയുടെ നിറവിൽ, അഗ്നിയുടെ നിറവിൽ ഞാൻ ആരാധിക്കും യേശുവിനെ, തീച്ചൂളയിൻ നടുവിൽ ഞാൻ ആരാധിക്കും യേശുവിനെ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. ഓ, ആ കോറസ് മാത്രം. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധനായ ദൈവത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയാൽ ഞാൻ കരഞ്ഞാലും ആരാധിക്കും യേശുവിനെ, കഷ്ടതയാൽ ഞാൻ കരഞ്ഞാലും ആരാധിക്കും യേശുവിനെ, സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ ആരാധിക്കും. പടയമോ സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ, യേശുവിനെ ആരാധിക്കും. സ്വർഗത്തിലെ, സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ ആരാധിക്കും. കരമുയർത്തി ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ. സഭ മാത്രം ശബ്ദം ഉയർത്തി പാടിക്കേ. ഹല്ലേലൂയ. കരമുയർന്നിരിക്കട്ടെ, രണ്ട് കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ, ആരാധിക്കും നല്ലവനാം യേശുവിനെ, ആരാധിക്കും ഞാൻ, ആരാധിക്കും വല്ലഭനാം യേശുവിനെ, ആരാധിക്കും, ആരാധിക്കും ഞാൻ, ആരാധിക്കും നല്ലവനാം യേശുവിനെ, ആരാധിക്കും, ആരാധിക്കും
വല്ലഭനാം യേശുവിനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവ സാന്നിധ്യത്തോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര ആരാധിച്ചാലും മതി വരികയില്ല. ആ ദൈവത്തെ ഒരുമിച്ച് ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ കോറസ് മാത്രം ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവത്തെ, ഓ സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ ആരാധിക്കും, യേശുവിനെ ആരാധിക്കും. സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ ആരാധിക്കും. സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം, സ്വർഗത്തിലെ പരിശുദ്ധനാം. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ, അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, ആരാധിക്കും. സ്വർഗത്തിലെ പരിശുദ്ധനാം യേശുവിനെ ആരാധിക്കും. പരിശുദ്ധനെ രാജാവേ അങ്ങേ ശബ്ദമുയർത്തി, ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ നാമത്തിടും നീരാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിൻ ഗീതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻ ഗീതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ
ഇരിക്കുന്നോരേ. ശബ്ദമുയർത്തി പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ പരിശുദ്ധനേ. ഓ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ. ശബ്ദമുയർത്തി പരിശുദ്ധനേ. ഓ പരിശുദ്ധനേ രാജാവേ. ഓ റവലവ ശഗനീയരം ധരേ. ഹല്ലേലൂയ. പരിശുദ്ധനേ പരിശുദ്ധനേ രാജാവേ. എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ, അങ്ങ് പരിശുദ്ധനായ ദൈവമാണ്, അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. ശബ്ദരേ. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൻ രാജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൻ രാജാവേ. അങ്ങേക്കു തുല്യേന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യേന അങ്ങു മാത്രം. എല്ലാറ്റിനും മേല ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിനും മേല എല്ലാറ്റിനും മേല ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൻ രാജാവേ. പതിനായിരങ്ങളിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. പതിനായിരങ്ങളിൽ സുന്ദരനേ. പതിനായിരങ്ങളിൽ സുന്ദരനായ ദൈവം, പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവിനെ ഈ പകൽ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്? പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനായ കർത്താവ്. ഉലക ചരിത്രത്തിൽ യേശുവിനെ പോലെ സൗന്ദര്യമുള്ള, യേശുവിനെ പോലെ ശോഭയുള്ള, യേശുവിനെ പോലെ മനോഹരനായ ഒരു മനുഷ്യൻ പിറന്നിട്ടില്ല. ഇന്ന് പകൽ ആ വിശുദ്ധനായ കർത്താവിനെ, ആ പരിശുദ്ധനായ ദൈവത്തെ ഒരുമിച്ച് സുന്ദരനേ ശാരോനിൻ പതിനായിരങ്ങളിൽ സുന്ദരനേ അങ്ങേക്കു തുല്യനായി. ഓ വാഴ്ത്തുമേ
ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അടവീത്തരു കളിനിടയിൽ ഒരു നാരകം എന്നവണ്ണം, അടവീത്തരു കളിനിടയിൽ ഒരു നാരകം എന്നവണ്ണം. ഓ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയരെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, വാഴ്ത്തുമേ എൻ്റെ പ്രിയരെ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. ഓ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ ശബ്ദമുയർത്തി നന്ദിയോടെ ഞാൻ പാടി. വാഴ്ത്തുമേ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ, നന്ദിയോടെ നന്ദിയോടെ ഞാൻ. പനിനീർ പുഷ്പം പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമി താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമി താഴ്വരയിൽ. ഓ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണ്ണനേ. ആമേൻ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണ്ണനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി.
ഹല്ലേലൂയ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം. ഹല്ലേലൂയ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ. ഹല്ലേലൂയ. എത്ര വാഴ്ത്തിയാലും എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. ഒരു കഥാപുസ്തകം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച് അങ്ങേറ്റം പോയാൽ 2 പ്രാവശ്യം വായിക്കുമായിരിക്കും. 3, 4, 5 തവണ വായിക്കാൻ നമുക്ക് പറ്റത്തില്ല, മെനക്കെടത്തില്ല. കാരണം ഒരു കഥാപുസ്തകം തരുന്ന ലഹരി 1, 2 വായനയിൽ അത് തീർന്നു പോകുമ്പോൾ 23-ാം സങ്കീർത്തനം 100 കണക്കിന് 1000 തവണ നമ്മൾ വായിച്ചിട്ടില്ലേ? യഹോവ എൻ്റെ ഇടയനാകുന്നു. ഓരോ തവണ ആ വചനം വായിക്കുമ്പോൾ മാധുര്യം കൂടുന്നതല്ലാതെ അത് കുറഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ മധുരം യേശു ആകട്ടെ. എത്ര സ്തുതിച്ചാലും എത്ര വാഴ്ത്തിയാലും മതി വരാത്തൊരു ദൈവ സാന്നിധ്യം. അവർ മാത്രം കരങ്ങൾ ഉയർത്തിയത് പാടാമോ? വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് തന്നെ നമ്മുടെ കർത്താവിന്, നമ്മുടെ രാജാവിന്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിന് ആരാധന കൊടുത്താട്ടെ. എത്ര കാലഘട്ടം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും യഹോവയോടുള്ള സ്തുതി, യഹോവയോടുള്ള ഭക്തി എനിക്ക് കുറഞ്ഞു പോകയില്ല. പിശാച് എന്തെല്ലാം തന്ത്രങ്ങൾ ഒതുക്കി എൻ്റെ ആരാധനയെ തടയാൻ നോക്കിയാൽ ഈ പകലിൽ എൻ്റെ ആരാധന കൂടുക എന്നല്ലാതെ എൻ്റെ ആരാധന കുറഞ്ഞു പോകയില്ല. ഹേ ദുഷ്ട പിശാചേ, രോഗത്തിന് എന്നെ അടിമയാക്കാൻ കഴിയത്തില്ല. ആവിചാര ബന്ധനങ്ങൾക്ക് എന്നെ അടിമയാക്കാൻ കഴിയത്തില്ല. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരാധിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവിന്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ ഒന്നിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുകയില്ല. 3 ബാലകന്മാരെടുത്ത തീരുമാനമാണത്. അവൻ ഹല്ലേലൂയ 7 ഇരട്ടി തീ വർദ്ധിപ്പിച്ച് അവരെ തള്ളിയിട്ടപ്പോഴും അവരെടുത്ത തീരുമാനം എന്താണെന്നറിയാമോ? ഇതിൽ നിന്ന് കർത്താവൻ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സിംഹക്കൂട്ടിൽ കിടക്കുന്ന ഭക്തനോട് ചോദിച്ചു നോക്കിക്കേ, എന്താ ഇത്ര ധൈര്യം? അവൻ പറയോ, സിംഹത്തെ സൃഷ്ടിച്ചവനായ ദൈവമാണ് എൻ്റെ ദൈവം. അതിൻ്റെ വായെ അടയ്ക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി എൻ്റെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. ആഹാരം കിട്ടാതെ കിടക്കുന്ന സിംഹക്കൂട്ടിലേക്ക് അതേ പ്രവാചകനെ വലിച്ചെറിഞ്ഞപ്പോഴോ പ്രവാചകൻ പറയുകയാണ്, അവൻ്റെ തലയിൽ തല വെച്ചുറങ്ങിയാണ് ഞാൻ അന്ന് രാത്രി ഉറങ്ങിയത്. കാരണം അവനെ വിടുവിക്കുന്ന ദൈവം അവൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ഭക്തനെ സിംഹക്കുഴിയിൽ അവനെ ജീവനോട് ഇരുത്തിയത്. ഇന്ന് പകലിൽ പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ പതറിപ്പോകരുത്.
എത്ര പ്രതിസന്ധി വന്നാലോ, അലറി കീറി വരുന്ന സിംഹമാണെങ്കിലോ അതിന് നടുവിൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പറയുമ്പോ വിശ്വാസമുള്ളവർ കരമടിച്ചു തന്നെ നമ്മുടെ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോ ഇന്ന് പകൽ നീ തകർന്നു പോകയില്ല. നിന്റെ പടക ആടി ഉലഞ്ഞാലോ അവൻ തകർക്കാതെ വണ്ണം നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ വിടുവിക്കുന്ന ഒരു ദൈവന്റെ കൂടെയുണ്ട്. കാറ്റ് കണ്ട്, കോള് കണ്ട്, തിരമാല കണ്ട് നീ ഭയപ്പെട്ടു പോകാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു നല്ല കർത്താവ് നിന്റെ പടകിനകത്തിരിപ്പുണ്ട്. ആ ദൈവത്തെ ഒന്ന് വിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ ആടി ഉലച്ചു വരുന്ന നിന്നെ തകർത്ത് കളയാ, നിന്റെ പടകിനെ മുക്കിക്കളയാ, നിന്റെ കുടുംബമായിട്ട് നിന്നെ മുക്കിക്കളയാൻ നോക്കുന്ന പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ജയോത്സവം നൽകുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. 2025 പ്രാരംഭ മാസത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, തകർത്തു കളയത്തില്ല, അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അനർത്ഥങ്ങളും ആപത്തുകളും നിനക്കെതിരെ പിശാച് വഴിയൊരുക്കുമ്പോ അവൻ പോകുന്ന വഴിയിൽ അതേ ഹല്ലേലൂയ കുഴി തോണ്ടുമ്പോ ഈ പകലിൽ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ അതിൽ നിന്ന് കരകയറ്റുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ അസാധാരണമാകുന്ന സാന്നിധ്യം ഈ പകലിൽ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു പഴയ ഗാനം കൂടി പാടി ദൈവത്തെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ പാടണം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനമാണ്. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ. അമ്മച്ചി ഭയങ്കര സന്തോഷമായില്ലേ അമ്മച്ചി? അതാണ്. അപ്പോൾ അമ്മച്ചിയുടെ സന്തോഷത്തിൽ നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുകയാണ്. ഹല്ലേലൂയ. പാടാമോ? കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ. നിങ്ങൾക്കറിയാല്ലേ? പാടിക്കോ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ ദൂതരുമായി മേഘവാഹനേ വരുന്നോനേ, ദൂതരുമായി മേഘവാഹനേ വരുന്നോനേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ ഈ പാട്ട് പാടി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീന
ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാതകർക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. ചേർന്ന വാഴ്ത്തിടുന്നു 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 ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. സന്തോഷത്തോടെ കരമടിച്ച് ഹല്ലേലൂയ. ഗദസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ, ഗദസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ, രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹനെ വരുന്നോനേ, ദൂതരുമായി മേഘവാഹനെ വരുന്നോനേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. എന്നുമേഘ വന്നു കാണും രക്ഷകനെ ഞാൻ. എന്നുമേഘ വന്നു കാണും രക്ഷകനെ ഞാൻ. നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനാ. നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനാ. നിൻ വരവിൻ മുന്നണിയാൽ നിന്നിടുമേ ഞാൻ. നിൻ വരവിൽ മുന്നണിയായി നിന്നിടുമേ ഞാൻ. വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിൽ ഞാൻ. വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിൽ ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ ഓ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാതകർക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടും. ശബ്ദമുയർത്തി പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ.
ഗതസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ, ഗതസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ, രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ, രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനെ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനെ, തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു, അഭിഷേകത്തോടെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ. അധികാരമുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് അഭിഷേകത്തോടെ ഓ ചുടബല ധുരബലാം ധരഗന വൈഡ ധിരബലാം ധരം ധരാധരഗന വൈഡ ധേര രംഗരഗന വൈഡ ധേര ചൂടമല്ല മൽഖമാന വൈഡ ധേര രഗന വൈഡ ധേര രംബലം ബലം ധരേ ചൂടമൽഖമാന വൈഡ ധരബലം ബലം ധരം ധര ചുടാരമൽഖമാന വൈഡ ധേര രഗന ലാര രഗന രംബലം ബലാജഗേ ചുടാബല ബല വൈഷദാരം ധരം ബലം ധരേ ചൂടമൽഖമാന വൈഡ ധേര രംഗരേ ചൂടമാനദം ധരേ ധരം ധരേ ശ്രീബലം ഫലം ഫലം ധരേ ഘരം ധരേ ശ്രീബലം ധരേ ഘലം ഘരം ധരേ ഘരേ ശ്രീബലം ഫലം ഘരം ധരേ ഘലം ധരേ ചൂടമാന വൈഡധാര രഗന വൈഡധേ ശ്രീബലം ഫലം ധരം 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 ഫലേ ചൂടമാര വൽഖനാധിയാര വശദേ ശ്രീബലം ഫലം ഫലം ധരേ ഘരം ധരേ ചൂടമാന വൽഖമാന ധീരമാരധേ ചൂടമരം ധരേ ഘരേ ധരം ബലം ധരേ ചൂടമാര രംഗലം ധരേ രം ഭരേ ചൂടമൽഖനാധിയാര വശധേരയേ രംബലാജഗേരകൽഖനാധിയാര മഹേ ശ്രീബലം ധരേ ഘലം ധരേ ധരം ധരേ ചൂടമാര വൽഖമാന വൈഡധേരേ ചൂടമാര രംധരാധരേ ഗരന്ധരേ ശ്രീബലാജഗേരം ധരം ധരേ ധരേ ചൂടമാരകൽഖമാന വൈഡധേരേ ചൂടമാരകൽഖമാന വൈഡധേരേ ചൂടമാര വൽഖമാന വൈഡധേരേ ഓ ഹല്ലേലൂയ ചൂടമൽഖമാന വൈഡധേരേ ഗന വൈഡധേരേ ചൂടംബരം ഫലം ധരേ ചൂടാരഗന വൈഡധേരേ ചൂടമാര വൽഖമാന വൈഡധേരേ ചൂടമരം ഫലം ധരേ ഓ ചൂടാധരം ധരം ധിരം ധരേ ഘരേ ധരം ധരേ ശ്രീബലം ബലം ധരേ ശ്രീബലം സഖന ധീരമാ രഖരേ ചൂടമാര വൽഖമാന വൈഡധേരേ രഗന വൈഡ ധീരമാൽഖമാന വൈഡധേരേ രഗന ചൂടമനം ധരേ ധരം ധരം ധരാജകൽഖമാന വൈഡധേരേ ചൂടമനം ധരം ധരാജകൽഖമാന വൈഡധേരേ ചുടാര വൽഖമാന ധീരമാര വൽഖമാന വൈഡധേരേ രഗനലാരി ജീവന ധീരമാശദാരേ ചുടമരം ധരം ധരം ധര 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 വൽഖമാന വൈഡധേരേ അഭിഷേകത്തോടെ കരമടിച്ച് ചുടമനം ഫലം ഫലാജകാരകൽഖമാന വൈഡധേരേ രഗന വൈഡധേരമാന വൽഖമാന ധേരേ ചൂടമൽഖനാധിയാര വശധേരേ ശ്രീബലം ധരേ ധരാ ധരാ ധരിംഗലം ധരേ ഓ ശംഭേരം ധരേ ചൂടമാരക്കനേ ധുരവനാ ധുരവനാ ഓ ഹീമലം ധരേ രംധരാ രഗന വൈഡധേ രഗനധി ചൂടബലം ധരം ധരാ ചൂടബലം ധരേ ചൂടവൽഖമാന വൈഡധേര രംബലം ധരാ 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 ഖലം ഖനാധിയാ കൃപാന വൽഖമാന വൈഡധേര രഗന വൈഡധീര വൽഖമാന വൈഡധേര ഓ ചൂടമാരേ ഗനാ ചൂടമാര വൽഖമാന വൈഡധേര ബല 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 വശികന ഗലകൽഖമനിയാ ഹല്ലേലൂയ 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 ഓ ജീസസ് ഹല്ലേലൂയ ചൂടബല ബല 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 ധിയാരം ധരേ ചൂടമാരേ ഘരേ ധരവല ബല ബല ബദിനി ഗലഗന ധീരമൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഓ
ചൂടമാര വൽക്കമാന വൈഡധേരേ ചൂടമനം ധരം 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 ധരേ ചൂടമൽക്കമാന വൈഡധേ ഓ ചൂടം ധേരം ധേരമാര വൽക്കമാന വൈഡധാരകന വൈഡധേരേ ഓ ചൂടമൽക്കനാധിയാര വർഷധാര കൽക്കനാധിയാര വമ്പരം ധര ശ്രീബലം ധരി ധരി ധരം ധരാ ജകാര കൽക്കനാധിയാര വർഷം ധേരി ചൂടമൽക്കമാന വൈഡധേരേ ഓ ശാന്തിരിയാര വന 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 വതിരി കൽക്കമ ഓ ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ രണ്ട് കരങ്ങളും ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ എൻ ജീവൻ നീർത്താനേ എൻ തുതിയോ നീർത്താനേ എൻ ജീവൻ നീർത്താനേ എൻ തുതിയും നീർത്താനേ എനക്കായി മരിത്തീരേ ഉമക്കായി വാഴ്വേനേ എനക്കായി മരിത്തീരേ ഉമക്കായി വാഴ്വേനേ എല്ലാവരും അതാത് സ്ഥാനത്ത് നിൽക്കാമോ ഹല്ലേലൂയ എൻ ജീവൻ നീർത്താനേ എൻ തുതിയും നീർത്താനേ എൻ ജീവൻ നീർത്താനേ എൻ തുതിയും നീർത്താനേ എനക്കായി മരിത്തീരേ ഉമക്കായി വാഴ്വേനേ എനക്കായി മരിത്തീരേ ഉമക്കായി വാഴ്വേനേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ശബ്ദമുയർത്തി ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ എൻ പാവങ്ങൾ പാരാമൽ ഉമ്മുഖത്തെ മരത്തീരേ എൻ നീരുദയൻ നാമൽ കുരുവൈ അലത്തീരേ
എൻ പാവങ്ങൾ പാരാമൽ ഉമ്മുഖത്തെ മറത്തീരേ എൻ மீறுதலென்னாமல் கிருபை அலத்தீரே மன்னியும் என்றேனே மறுத்தேன் என்றீரே மன்னியும் என்றேனே மறந்தேன் என்றீரே உம்மனே சீக்கிரே പറ്റുമെങ്കിൽ ശബ്ദമുയർത്തി ഉമ്മനെ സീക്കിരേ ശാന്തമായ എല്ലാ കണ്ണുകളും അടച്ച് ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ആ രണ്ട് കരങ്ങൾ ഉയർത്തി ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ എൻ ജീവൻ നീർത്താനേ എൻ തുതിയും നീർത്താനേ എൻ ജീവൻ നീർത്താനേ എൻ തുതിയും നീർത്താനേ எனக்காய் மரித்தீரே உமக்காய் வாழ்வேனே எனக்காய் மரித்தீரே உமக்காய் வாழ்வேனே உம்மனை சீக்கிரே உம்மனை சீக்கிரே ശബ്ദമുയർത്തി ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ ഉമ്മനെ സീക്കിരേ നിൻ സാന്നിധ്യം മതി എനിക്കെല്ലാ നേരത്തും നിൻ കൃപ മാത്രം മതി എനിക്കെല്ലാ നേരത്തും നിൻ സാന്നിധ്യം മതി എനിക്കെല്ലാ നേരത്തും നിൻ കൃപ മാത്രം മതി എനിക്കെല്ലാ നേരത്തും ഞാൻ എവിടെ പോയാലും നിൻ സാന്നിധ്യം മതി ഞാൻ എന്തു ചെയ്താലും നിൻ സാന്നിധ്യം അപ്പാ ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും നിൻ സാന്നിധ്യം ഞാൻ എന്തു ചെയ്താലും ഞാൻ എന്തു ചെയ്താലും നിൻ സാന്നിധ്യം മതി കരമുയർത്തി നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം മതി 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 നിൻ സാമീപ്യം നിൻ സാമീപ്യം മതി എനിക്കെല്ലാ നേരത്തും നിൻ ദയ മാത്രം മതി എനിക്കെല്ലാ നേരത്തും നിൻ സാമീപ്യം മതി എനിക്കെല്ലാ നേരത്തും നിൻ ദയ മാത്രം മതി എനിക്കെല്ലാ നേരത്തും ഞാൻ ഇതുവരെ വന്നത് നിൻ സാന്നിധ്യത്താലേ ഞാൻ ഇനിയും വളരുന്നതോ അപ്പാ ഞാൻ ഇതുവരെ വന്നത് ദൈവ സാന്നിധ്യത്താൽ ഞാൻ ഇതുവരെ വന്നതോ നിൻ സാന്നിധ്യത്താലേ ഞാൻ ഇനിയും വളരാൻ പോകുന്നത് ആ വരി മാത്രം ഒരിക്കൽ കൂടി ഞാൻ ഇതുവരെ വന്നത് ഞാൻ ഇതുവരെ വന്നതോ നിൻ സാന്നിധ്യത്താലേ ഞാൻ ഇനിയും വളരുന്നതോ നിൻ സാന്നിധ്യത്താലേ നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം
അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി എന്നെ കണ്ടതിനായി സ്തോത്രം. സാന്നിധ്യം കൊതിക്കുന്ന ദൈവമക്കൾ, ദൈവ സാന്നിധ്യത്തിനു വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ച് വേഗത്തിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തോഷമാണോ? ഹല്ലേലൂയ. ഒരു നല്ല സന്തോഷത്തിന്റെ ശബ്ദം ഞാൻ ഇവിടുന്ന് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ ദൈവവചനത്തിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ വചനം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസഭയ്ക്ക് വളരെ ശാന്തമായിട്ട് കൈമാറാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. രാത്രി ഒരു 3 മണിയായ സമയം, എനിക്ക് തോന്നുന്നു ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ 12:30 1 മണി അങ്ങണ്ടായെന്ന് തോന്നുന്നു. 3 മണിയായ സമയം കർത്താവിനെ തട്ടി ഉണർത്തി. രാത്രിയിൽ ഇവിടുന്ന് കുഞ്ഞുങ്ങൾ 2 പേര് അടിമാലിക്ക്, ഗോഡ്വിനും സാമും, അവർ യാത്രയായിരുന്നു. ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ ഏകദേശം ഒരു 2:30 ആകുമ്പോൾ അടിമാലിയിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലായതുകൊണ്ട് 3 മണിയായ സമയം അവർ എത്തിയോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ കിടക്കിൽ കിടക്കുമ്പോൾ എൻ്റെ ഉറക്കം മുഴുവനായി എൻ്റെ കണ്ണിൽ നിന്ന് പോയി. ഞാൻ സത്യമായിട്ടും വേറൊരു അനുഭവത്തിനകത്തേക്ക് ചെന്നെത്തി. ഒരു വാക്കിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഒരു പിതാവിൻ്റെ കരച്ചിൽ, ഒരു പിതാവിൻ്റെ കരച്ചിൽ. എല്ലാവരും പറഞ്ഞാട്ടോ, ഒരു പിതാവിൻ്റെ കരച്ചിൽ. അപ്പം ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അതാണ്, ഒരപ്പൻ്റെ കരച്ചിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണി സമയം മുതൽ പ്രഭാതയാമം വരെ വളരെ വ്യക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ ഭയങ്കരമായ ഒരു അനുഭവത്തിനകത്തായിരുന്നു. കർത്താവിനോട് പറഞ്ഞൊരു ശബ്ദമാണ് ഒരു പിതാവിൻ്റെ കരച്ചിൽ. അതിനെ മാനുഷ്യമായ ലെവലിൽ ഉള്ളതൊക്കെ നമ്മൾ പിന്നത്തേതിൽ നമുക്ക് മൂവ് ചെയ്യാം. എന്നാൽ ഒരു ആത്മീയ ലെവലിൽ നമ്മളതിനെ പോവുകയാണ്. ദൈവവചനത്തിനകത്ത് ദൈവത്തെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പിതാവായിട്ടാണ്. ദൈവവചനത്തിനകത്ത് നമ്മെ എപ്പോഴും പരിചയപ്പെടുത്തിയിരിക്കുന്നത് മക്കൾ എന്നതിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവദാസന്മാർ പോലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നത് ദൈവമക്കൾ. ആമേ. നമ്മളെല്ലാം ആരാണ് ഒന്ന് പറഞ്ഞേ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ആമേ. അപ്പോൾ ഒരപ്പൻ്റെ കരച്ചിൽ എന്നത് ഇന്ന് പകൽ പിതാവായ ദൈവത്തിൻ്റെ കരച്ചിലായി നമ്മൾ മനസ്സിലാക്കുക. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. മാനുഷ്യമായിട്ടുള്ള ലെവല് ഞാൻ ഫെബ്രുവരി മാസം 26-ാം തീയതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. കടന്നു വരുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അത് പരിശുദ്ധാത്മ വചനത്തിനകത്തൂടെ നൽകുന്ന സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. എന്നാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ദൈവത്തിൻ്റെ കരച്ചിൽ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അത് അങ്ങനെ തന്നെ കൊണ്ടുവരാനാണ്, ഒരു പിതാവിൻ്റെ കരച്ചിൽ. അപ്പോൾ ഇന്ന് പകൽ ആദ്യം നമ്മുടെ മനസ്സിനോട് പറയണം, ഞാനൊരു ദൈവ മകനാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മൾ ആരാണ്? മക്കൾ എന്ന് പറയല്ല, മകൻ. ആരാണ്? ഉറക്കെ പറഞ്ഞേ. ഇപ്പുറത്തിരിക്കുന്നവരെല്ലാം പറഞ്ഞേ, ഞാൻ യേശുപ്പയുടെ മകളാന്ന്. നിങ്ങൾക്കൊരു സന്തോഷമില്ല അത് പറയും. ആ പദം മോശമാണ്, പക്ഷേ നിങ്ങളെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാനത് ഉപയോഗിക്കാം. ആമേൻ. ആക്രിക്കാരുടെ മക്കൾ പോലും ഇതിനേക്കാൾ നല്ലത് അവരുടെ മക്കളാന്ന് പറയും. ഏതൊരു പ്രൊഫഷനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, പക്ഷേ നമുക്കിത് ഒന്ന് പറയണ്ടേ. അപ്പം അതിനുവേണ്ടി മാത്രം പറയാം. അവർ പറയും അത് മിണ്ടുന്നില്ല. പറയാനൊരു ധൈര്യം വേണം. യേശുപ്പയുടെ മക്കളെന്ന് പറയല്ലേ. മക്കളെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പായി പോവും.
മകൻ എന്ന് പറയുമ്പോൾ മകൾ എന്ന് പറയുമ്പോൾ അത് എന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് മക്കളെന്ന് പറയില്ലെന്ന് പറഞ്ഞത്. ആമേൻ. അല്ലാതെ അതിന് വേറെ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടല്ല. ആമേൻ. മക്കളെന്ന് പറയുമ്പം ആമേൻ എനിക്ക് എത്ര മക്കളാ? 4 പേരാ. പക്ഷേ കെവിൻ പറയുമ്പോൾ ഞാൻ സാംബാസിന്റെ മോന, പപ്പയുടെ മോന എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ബലവാ. ആമേൻ. നെവിൻ പറയുന്നത് ഞാൻ അപ്പൻ്റെ മോന എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ബലവാ. മക്കൾ, ഞങ്ങൾ മക്കളാന്ന് പറയുമ്പം അത് 4 വേറൊരു ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് പകൽ കുറച്ച് നേരത്തേക്ക് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ സ്വാർത്ഥത ഏറ്റെടുത്തു, ഒരു കുഴപ്പമില്ല, ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ യേശുവിൻ്റെ മകനാണ്. ഓ, ഞാൻ യേശുവിൻ്റെ മകളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ, അക്സക്കുട്ടി പറഞ്ഞോ, യേശുവിൻ്റെ. ബെല്ല പറഞ്ഞോ, ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും യേശുവിൻ്റെ. ഉറക്കപ്പറ അച്ചു, ഉറക്കപ്പറ, യേശുവിൻ്റെ. യേശുവിൻ്റെ മകനാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ഇനിയാണ് ഈ അപ്പൻ്റെ കൺസേൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, യോഹന്നാൻ്റെ ലേഖനം, 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു വാക്യം എങ്ങനെയാണ്? കാൺമീൻ. അത് ദൈവമക്കൾ, അത് കോമൺ ആയിട്ട് എല്ലാവരെയും കുറിച്ച് പറയാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്ന് ഒരു ചെറിയ മാറ്റം അവിടെ വരുത്തി നമുക്കൊന്ന് വായിക്കാം കേട്ടോ. വചനം മാറ്റി എന്ന് പറയല്ലേ. കാൺമീൻ, ഞാൻ ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എനിക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നിങ്ങളൊന്ന് വായിച്ചേ അങ്ങനെ. കാൺമീൻ, ഞാൻ ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എനിക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. കാൺമീൻ. എല്ലാവരോടും പറ, കാൺമീൻ, കാൺമീൻ, കാൺമീൻ. ഞാൻ യേശുവിൻ്റെ മകനാണെന്ന് വിളിക്കപ്പെടാൻ, യേശുവിൻ്റെ മകനാണെന്ന് പറയപ്പെടാൻ പിതാവ് എനിക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത പറയാണ്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മളെയും അറിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ലോകം അവനെ എന്ത് ചെയ്യുന്നില്ല? ആമേൻ. അപ്പനെ അറിഞ്ഞാലേ മകനെ അറിയത്തുള്ളൂ. പക്ഷെ തിരിച്ചും സംഭവിക്കത്തില്ലേ? മക്കളെ അറിഞ്ഞാൽ അപ്പനെ അറിയും. ഇന്നലെ ജിയോയുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ ഒരു ഓഫീസർ ഇവിടെ വന്നിരിക്കുക. അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം വന്ന് വീടിനകത്തോട്ട് കയറി അവിടെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇരിക്കുന്ന കണ്ടപ്പോഴേ പുള്ളി ഇരുന്ന കസേരം ചാടി, ഇത് കെവിൻ്റെ വീടാണോ എന്ന്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ജിയോയുടെ ഇവിടുത്തെ ആമേൻ മാനേജറാണ്. അദ്ദേഹം കെവിൻ്റെ വീടാണോ? ഞാൻ പറഞ്ഞു, കെവിൻ്റെ വീട് എങ്ങനെ അറിയാം? ഞാനും കെവിനും ഒന്നിച്ചു പഠിച്ചതാണ്. ആമേ. അപ്പോൾ പിന്നെ പറഞ്ഞു, കെവിൻ്റെ പപ്പയാണോ? കെവിൻ്റെ. പ്രൈസ് ദി ലോർഡ്. മക്കളെ അറിയുമ്പോൾ അപ്പനെ തിരിച്ചറിയും, അപ്പനെ അറിയുമ്പം മക്കളെയും തിരിച്ചറിയും. കരമടിച്ച് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവത്തിൻ്റെ മകൻ, മകൾ എന്ന് ഞാൻ വിളിക്കപ്പെടാൻ പിതാവ് എനിക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ ഞാനാകുന്നു. എങ്ങനെ തന്നെ? പിതാവിൻ്റെ മകനായി, മകളായി. ചേർന്ന നെഞ്ചത്തോട്ട് കൈയൊന്ന് വെച്ചിട്ട് പറഞ്ഞേ, എന്നാ വന്നാലും ഞാൻ എൻ്റെ യേശുവപ്പയുടെ മോനാ. ഒന്ന് പറ. ഇന്ന് പകൽ ചില വിടുതലുകളുണ്ടാകണം. എന്നാ വന്നാലും ഞാൻ യേശുവപ്പയുടെ, എന്നാ വന്നാലും ഞാൻ യേശുവപ്പയുടെ മോനാ. ഇന്നലെ കർത്താവദാസൻ ജിതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ലോകത്തിൽ എന്തു സംഭവിച്ചാലും എന്ത് മേഖലകൾ വന്നാലും യേശുവിൻ്റെ മകനായി മാറിയിട്ടുണ്ടെങ്കിൽ ഉയർത്തിയെടുക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവിടെ പറയണം, ചതഞ്ഞ ഓടെ അവൻ ഓടിക്കത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തത്തില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ മോനാണ്. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, എന്നെ എൻ്റെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ യേശുവപ്പയുടെ മകനാണ്? ഹല്ലേലൂയ, സ്തോത്രം. ഇനി ശ്രദ്ധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. മകനെ ഓർത്ത്, മകളെ ഓർത്ത് ഒരു പിതാവ് കരയുകയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യ സമയങ്ങളിൽ തന്നെ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും ഒരു എക്സ്പെക്റ്റേഷൻസ് വേറൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷേ നമ്മൾ നിമിത്തം, മക്കളെന്നത് നിമിത്തം നമ്മുടെ മാതാപിതാക്കൾ കരയാൻ അനുവദിക്കത്തില്ല. ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ്, പക്ഷേ ഭാര്യ എന്ന പൊസിഷനകത്ത് നിന്നുകൊണ്ട് എൻ്റെ പപ്പയോ മമ്മിയോ കരയുന്നൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആമേൻ. വേറെ ഒരു ഇൻസ്ട്രക്ഷനും എനിക്കില്ല, വേറെ ഒന്നിനകത്തും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നിമിത്തം മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്?
കരയരുത്. പ്രൈസലോ. ഇന്നലെ രാത്രി എനിക്ക് ഒത്തിരി ആത്മീയ ഇടപെടലുണ്ടായ ഒരു സംഭവം ഇതാ. കർത്താവ് നമ്മെ നോക്കിയിട്ട് കരയുന്ന ഒരു മേഖല വരുമ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചു, ഒരപ്പൻ എന്ന നിലയിൽ, ഇപ്പൊ 10, 15, 17 മക്കളെ പോറ്റുന്ന ഒരു അപ്പൻ എന്ന നിലയിൽ പലപ്പോഴും കരയാറുണ്ട്. സത്യമായ കാര്യമാണ്. നെഞ്ചത്ത് കൈവെക്കാറുണ്ട്, എന്തിയെന്ന് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചോദിക്കും. അപ്പൊ ഒരു മാനുഷ്യമായ നിലയിൽ നമ്മൾ ഈ ഒരു ചെറിയ അനുഭവത്തിനകത്തു നിന്ന് ഇത് കരയുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ തന്നൊരു പിതാവ് നമ്മെ ഓർത്തു കരയാനിടയാകരുത്. നിങ്ങൾ എത്ര പേർ ധൈര്യത്തോടെ ഞാൻ ആ വേടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയും, ഇന്നു മുതൽ എന്നെ ഓർത്ത് എൻ്റെ ദൈവം കരയാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ ദൈവം വേദനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വായിക്കാം ഹോശേയ പ്രവചനം. ഹോശേയ പ്രവചനത്തിലേക്ക് വേഗത്തിൽ വരാം. 11-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ആ 11-ാം അധ്യായം പൂർണ്ണമായി വായിക്കാൻ നിങ്ങൾ സമയമെടുക്കുക, ധ്യാനിക്കാൻ നിങ്ങൾ സമയമെടുക്കുക. അതൊരു തീരുമാനമായി മാറണം. നാം നിമിത്തം ദൈവം കരയരുത്. ഹല്ലേലൂയ. ഓക്കെ, ഇവിടെ വായിക്കുക. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ, നോക്കിക്കേ, ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഇസ്രായേൽ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ. ഇസ്രായേൽ എന്നുള്ള പദം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള നാമകരണം ലഭിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ബാലനായിരുന്നപ്പോൾ. ബാല്യകാലം എന്ന് പറയുന്നത് ഏത് പ്രായമാണ്? ബാല്യകാലം എന്ന് പറയുന്നത് ഏത് പ്രായമാണ്? 12 വയസ്സിൽ താഴെയുള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ 12 വയസ്സിൽ താഴെയുള്ള, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു അനുഭവം വെച്ച് ഞാൻ ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, പോട്ടെ. അപ്പം ഹല്ലേലൂയ. ഈ ഒരു കൊച്ചു പ്രായത്തിനകത്ത് ബാല്യകാലം എന്ന് പറയുന്ന ഒരു പ്രായത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ ആര് സ്നേഹിച്ചു? പറഞ്ഞേ. ദൈവം സ്നേഹിച്ചു. ഇസ്രായേലിനെ ആരാ സ്നേഹിച്ചേ? ദൈവം സ്നേഹിച്ചു. ഏത് പ്രായത്തിൽ സ്നേഹിച്ചു? ബാലനായിരുന്നപ്പോൾ. ഇനി ആ ഇസ്രായേൽ എന്നുള്ളതൊന്ന് വെട്ടിക്കേ, ഇസ്രായേൽ എന്നുള്ളതൊന്ന് വെട്ടിക്കേ. എന്നിട്ട് ഹല്ലേലൂയ, എല്ലാവരും 12 വയസ്സിലൊക്കെ മുകളിലോട്ടുള്ള എല്ലാവരും അവിടെ ചേർത്ത് നമ്മുടെ പേരെന്ന് എഴുതിയിട്ട് വായിച്ചേ. സാം ബാലനായിരുന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു. സ്നേഹിച്ചോ ഇല്ലയോ? ബാല്യകാലത്തിൽ ദൈവം എന്നെ സ്നേഹിച്ചെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ബാല്യകാലത്തിൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. സ്നേഹിച്ചില്ലേ? നമ്മൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നതിന് തെളിവതാ. സത്യമായിട്ടും നമ്മൾ അറിയാത്ത പല മേഖലകളിലും അനർത്ഥങ്ങൾ നമ്മളെ വെല്ലുവിളിച്ചപ്പോഴും നമ്മെ സ്നേഹിച്ചൊരു വലിയ സ്നേഹമുണ്ട്. ബാലനായിരുന്നപ്പോൾ സ്നേഹിച്ചു. എങ്ങനെയൊക്കെ സ്നേഹിച്ചു എന്ന് തിരുവചനത്തിനകത്തൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്കറിയാം. ഒന്നാമത്തെ 1-2 അനുഭവങ്ങൾ മാത്രം ഞാൻ മൊത്തം മേഖലയിൽ നിന്ന് ഒന്ന് അടർത്തിയെടുത്ത് പറയാം. പ്രൈസ് ദി ലോർഡ്. ജനിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ജനിപ്പിച്ച് ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ. വളർത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് വളർത്തി ദൈവം സ്നേഹിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും എൻ്റെ ജ്യേഷ്ഠനും തമ്മിൽ 1 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. രണ്ടുപേരും കൂടെ തുണിത്തൊട്ടിയിൽ കെട്ടിയിട്ടിട്ട് ഹല്ലേലൂയ വീട്ടിലെ ജോലി എൻ്റെ മമ്മി നോക്കുമായിരുന്നു. എൻ്റെ പപ്പ മദ്യപിച്ച് വന്നിട്ട് കയ്യിലുള്ള വാള് കത്തി ഉപയോഗിച്ച് ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെ നോട്ടം, പപ്പയുടെ നോട്ടം എൻ്റെ തൊട്ടിക്ക് നേരെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മമ്മി പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം വാള് കൊണ്ടുവന്ന് ആ എന്താ പറയണ്ടേ തുണിത്തൊട്ടി കണ്ടിച്ചിട്ടു. അതിൻ്റെ അകത്തു നിന്ന് എങ്ങനെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ജനിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ജനിപ്പിച്ചു, വളർത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് വളർത്തി. ലോകത്തിൽ മറ്റാർക്കും തകർക്കാൻ പറ്റാത്തത് കൊണ്ട് ശത്രു പദ്ധതിയിട്ടു പിതാവിലൂടെ ഇല്ലാതാക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ ഇന്നു പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയും. എൻ്റെ ഈ ദിവസങ്ങളിലെ മെസ്സേജ് ഒക്കെ എൻ്റെ പപ്പയും അമ്മയും വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്. അവർ കേൾക്കുമ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ടൊരു വിഷമം തോന്നും. പക്ഷെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയാം, അന്ന് സ്വന്തം പിതാവിനെ കൊണ്ടുപോലും ഇല്ലാതാക്കാൻ ശത്രു ശ്രമിച്ചെടുത്തു. ഇന്ന് പകൽ ബാല്യത്തിൽ എന്നെ എന്റെ ദൈവം സ്നേഹിച്ചു.
ഹല്ലേലൂയ. ശംദരാധനാദിയ. ആമേൻ. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആമേൻ. അന്ന് വീട്ടിലുണ്ടായിരുന്ന നെല്ലും ചാക്കിന്റെ ഇടയിലും വാഴയുടെ ചുവട്ടിലും ഒക്കെ കൊണ്ട് പൊതിഞ്ഞു കിടത്തി എത്രയോ രാത്രികൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. മമ്മിയാണ് നിൽക്കുന്നതെന്നോർത്ത് ഞങ്ങളെ രണ്ടുപേരെയും എടുത്തുകൊണ്ടോടി. ആമേൻ. മമ്മിയാണ് നിൽക്കുന്നതെന്നോർത്ത് രാത്രിയിൽ വന്ന് വാഴ നിൽക്കുന്ന നിപ്പിന് വെട്ടി അറിഞ്ഞിടും. ആമേൻ. അർദ്ധരാത്രിയിൽ. ആമേൻ. ഹൈറേഞ്ചിന്റെ തണുപ്പുള്ള സമയത്ത് ആർക്കും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന രാത്രിയിൽ, ആരും അടുത്തെത്താതിരിക്കുന്നിടത്ത്, ആമേൻ. ഹല്ലേലൂയ. ആ ഘോര രാത്രിയിൽ ആമേൻ ജീവൻ ഇല്ലാതാക്കാൻ, ആമേൻ. ഹല്ലേലൂയ, ശത്രു പദ്ധതി ഇട്ടെടുത്ത് നമ്മെ ജീവിപ്പിച്ച ഒരു ദൈവം ഇല്ലേ? നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് പുറകോട്ട് പോകും, അന്നേരം അറിയാം ബാല്യകാലത്ത് വല്ലതും ചെയ്ത ഭർത്താവ് ഉണ്ടോ? പറ. നിങ്ങൾ പറഞ്ഞേ. ബാലനായിരുന്നപ്പോൾ നമ്മെ, ഇനി അടുത്തൊന്ന് വായിക്കൂ. വായിച്ചു. സ്നേഹിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ. ഇസ്രായേൽ ആണെങ്കിലും ചെന്നെത്തിയത് മിസ്രയീമിൽ. അർത്ഥം, ജനിക്കപ്പെട്ടത്, എന്റെ വാക്യം ഉപയോഗിക്കാൻ, ക്രിസ്ത്യാനിയായിട്ടാണെങ്കിലും ഭവനം നോക്കിയപ്പോൾ അടിമ ഭവനം. സാഹചര്യം കൊണ്ടൊരു ദൈവമകനാണെങ്കിലും അവൻ പേരുകൊണ്ട് ഇസ്രായേൽ. പക്ഷേ സംഭവം ചെന്നെത്തിയത് എവിടാന്നറിയാമോ? മിസ്രയീമിൽ. അർത്ഥം, ഏതൊക്കെയോ നിലകളിലുള്ള അടിമത്വങ്ങൾ, ശാരീരികമാകാം, മാനസികമാകാം, രോഗമാകാം, ഫിനാൻസ് ആകാം, പഠന മേഖലകളാകാം, ഇതെല്ലാം നമ്മളെ അടിമത്വത്തിന്റെ അകത്തു കുടുക്കിക്കളയാൻ ശ്രമിച്ചപ്പോ സ്വർഗം പറയുക, എന്റെ മോനെ ഞാൻ അവിടുന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ, കഷ്ടപ്പെട്ട് കിടക്കുന്ന, ഭാരപ്പെട്ട് കിടക്കുന്ന, വേദനപ്പെട്ട് കിടക്കുന്നിടത്ത് നിന്ന് എന്റെ മോനെ ഞാൻ ഇനി വിളിച്ചെന്ന് നിങ്ങൾ എത്ര പേര് പറയൂ? ഇന്നലകളിൽ കിടന്ന അടിമ വീട്ടിൽ നിന്ന്, ഇന്നലകളിൽ കിടന്ന പാരമ്പര്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, രോഗത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ശാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ശൂന്യതയുടെ അടിമത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിളിച്ചു. ഇന്ന് പകൽ ആത്മാവിൽ എന്റെ ദൈവം എന്നെ വിളിച്ചു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽ രണ്ട് കരങ്ങളും ചേർത്തടിച്ചു പറ, എന്നെ സ്നേഹിച്ചവൻ വിളിച്ചു. അതിന്റെ അർത്ഥം, മക്കൾ കഷ്ടപ്പെടുന്നത്, മക്കൾ വേദനിക്കപ്പെടുന്നത്, മക്കൾ അറസ്റ്റഡ് ആകുന്നത്, മക്കൾ ദുഃഖിക്കുന്നത് ഒരപ്പൻ ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ അവരെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തു? വിളിച്ചു. രണ്ട് പദങ്ങൾ നിങ്ങൾ മറക്കരുത് ഈ വചനം ധ്യാനിക്കുമ്പോൾ. ഒന്ന്, സ്നേഹിച്ചു. രണ്ട്, എന്നെ വിളിച്ചു മടക്കി വരുത്തി. ആ വാക്ക് അവിടെ ഇല്ല, ഞാൻ വിളിച്ചു എന്ന് മാത്രമാണ് ഞാൻ പക്ഷെ ചേർത്ത് പറയുന്നു. അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചെന്ത് ചെയ്തു? മടക്കി വരുത്തി. ഇത് മറക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച സ്നേഹം മറക്കരുത്, നമ്മെ വിളിച്ചു വരുത്തിയത് മറക്കരുത്. വിഷയത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാം വാക്യം. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നുപോയി. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നുപോയി. ഒരപ്പന്റെ കരച്ചിൽ തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി സ്നേഹിച്ചു. ഞാൻ എൻ്റെ മക്കൾ അടിമത്വത്തിൽ കിടക്കുന്നത് കണ്ട് അവരെ ഞാൻ വിളിച്ചു. പക്ഷെ ഞാൻ വിളിക്കും തോറും അവർ എന്നെ വിട്ട് പോവാ. അടുത്ത വായിച്ചേ. ബാൽ ബിംബങ്ങൾക്ക് ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. എന്താ സംഭവിച്ചത്? നിങ്ങളെ വാക്ക് എന്നെ പോലെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ദൈവം പറയാ, ഞാൻ അവരുടെ ദൈവമായി, ഞാൻ അവരുടെ പിതാവായി അവരെ ഞാൻ സ്നേഹിച്ചു. അവരെ ഞാൻ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. പക്ഷെ അവര് ബിംബങ്ങളുടെ പുറകെ, ആമേൻ, ഹല്ലേലൂയ, വിഗ്രഹങ്ങളുടെ പുറകെ അവർ പോയി എന്ന് പറഞ്ഞാൽ അവരെൻ്റെ പിതൃത്വം തുച്ഛീകരിച്ചു. അവരെൻ്റെ ദൈവത്വം അംഗീകരിച്ചില്ല. ആമേൻ. ഞാൻ അവരുടെ അപ്പനാണെന്ന് അവരെന്ത് ചെയ്യുന്നില്ല? മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരുടെ സൈഡ് എല്ലാവരും ആഴമായിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ധൈര്യത്തോടിരുന്ന് ഇതൊന്ന് കേട്ടേ. കർത്താവ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും
ദൈവത്തെ ദൈവമെന്നും മനസ്സിലാക്കിയിട്ടും ദൈവം നമ്മളെ ആഴമായി സ്നേഹിച്ചു എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടും അവൻ ദൈവത്തിന്റെ പിതൃത്വം അംഗീകരിക്കാതെ പോകുന്നതാണ് ദൈവത്തിന്റെ ദൈവത്വം. അവൻ ഡിവൈൻ അവൻ ആ ഒരു അനുഭവം അംഗീകരിക്കാതെ പോകുന്നതാണ് അവൻ വിഗ്രഹങ്ങൾക്ക് പുറകെ ബാൽ ബിംബങ്ങൾക്ക് പുറകെ നമ്മുടെ ലൈഫായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എത്ര പേർ ധൈര്യത്തോടെ പറയൂ, എന്നെ കുറിച്ച് എന്റെ അപ്പന്റെ ആഗ്രഹം, ഞാൻ അവന്റെ പിതൃത്വം അംഗീകരിക്കുകയാണ് ഇന്ന് പകൽ. അതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് പുറകിലോ ലോകത്തിന്റെ പുറകിലോ ബാൽബിംബങ്ങൾക്ക് പുറകിലോ എന്റെ ആരാധന പോകില്ല, എന്റെ മനസ്സ് പോകില്ല. ഇത് പറയുന്ന മക്കൾ ഇന്ന് പകൽക്കാലം അപ്പന്റെ കരച്ചിലിനി കേൾക്കാൻ ഇടയാകാതെ വണ്ണം അപ്പന്റെ ഹൃദയത്തിലെ ഞരക്കമറിയാതെ ദൈവത്തിങ്കിൽ നിന്ന് നീ അകലുമ്പോ, നീ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങുമ്പോ കർത്താവ് പറയാ, എന്റെ കുഞ്ഞിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു, ഞാൻ അവരെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു വരുത്തി, പക്ഷെ അവർ ഞാൻ അപ്പനാണെന്ന് അംഗീകരിക്കുന്നില്ല, അവരപ്പനാണെന്ന് ഉൾക്കൊള്ളുന്നില്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം, ഒന്നുകൂടെ പുറകോട്ട് പോകുക, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ. അവൻ ഒരു അപ്പൻ എന്ന നിലയിൽ ലോകത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് മക്കൾക്ക് നല്ല ദാനം കൊടുക്കണമെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. നാം ആ പരിശുദ്ധാത്മാവിന് വില കൊടുക്കാതിരിക്കുമ്പോൾ, നാം ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുമ്പോൾ, നാം ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ, നാം ആ പരിശുദ്ധാത്മാവിന് സമയം കൊടുക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുക, എന്റെ ദാനത്തെ അവർ തുച്ഛീകരിക്കുന്നു. അതിന്റെ അർത്ഥം എന്റെ പിതൃത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം 2025 2-ാം ഞായറാഴ്ച ഈ വർഷത്തെ നോക്കി ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് പറയാം, അപ്പൻ നമ്മളെ നോക്കി കരയാനിടയാകരുത്. എന്നെ അപ്പനായിട്ട് അവർ കാണുന്നില്ല എന്ന് സ്വർഗം പറഞ്ഞാൽ തരോട്ട് പോകാമെന്നിട്ട് ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വേഗത്തിൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ചു. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. കർത്താവ് അടുത്ത് പറയുന്നത് നോക്കി, ആ 2 പദങ്ങൾ ധ്യാനിച്ചാൽ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഒത്തിരി ഏങ്ങലടിച്ച രാത്രിയാണ് കഴിഞ്ഞ രാത്രി. ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ അകത്തിടപെട്ടിട്ട് അപ്പൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞ് കർത്താവ് ഇടപെട്ടിട്ട് എന്നെ ഈ വചനഭാഗത്തിനകത്തൂടെ ദൈവം സഞ്ചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണേ. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. നടക്കാൻ അറിയാത്തവനെ നടക്കാൻ ശീലിപ്പിച്ചു. രണ്ട് കാലയിൽ ബലത്തോടെ നിൽക്കാറാകുമ്പം നമുക്ക് തോന്നും, ആരും എന്നെ താങ്ങിയതല്ല, ആരും എന്നെ കരുതിയതല്ല, ഇതൊക്കെ എൻ്റെ മസിൽ ബലം കൊണ്ടാണ്. അല്ല മക്കളെ, ഇതിൻ്റെ പുറകിൽ ദൈവം നടത്താൻ ശീലിപ്പിച്ച ചിലതുണ്ട്. ദൈവം നടത്താൻ. എനിക്കത് വിശദീകരിക്കാൻ ഒത്തിരി ഇതുണ്ട്, പക്ഷേ എൻ്റെ അകം അതുപോലെ തേങ്ങൽ തുടങ്ങുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ ആ ഭാഗം വിടുക. ഒന്ന് ചിന്തിച്ച് നോക്കി, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്താൻ നമ്മളെ ശീലിപ്പിച്ചത്, എങ്ങനെ കർത്താവ് നമ്മളെ നടത്തിയത്. ഇടയ സങ്കീർത്തനത്തിൻ്റെ കാര്യം കർത്താദാസൻ മനോജ് വർഷിപ്പിനിടയിൽ പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു വാക്യല്ലേ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക്. എങ്ങനെ കൊണ്ടുപോയെന്നറിയോ? ചെന്നെത്താൻ സാധ്യതയില്ലാത്ത, യോഗ്യതയില്ലാത്ത ആ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടക്കാൻ അറിയാൻ വയ്യാത്ത എന്നെ അവൻ നടത്താൻ പഠിപ്പിച്ചു. തനിയെ നടക്കാറായപ്പോൾ നമ്മൾ അപ്പനെ കരയിക്കാൻ തുടങ്ങി. ഓ, നിനക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ചെറിയ നന്മ ദൈവത്തിൽ നിന്ന് ദൈവത്തെ കരയിപ്പിക്കുന്ന അനുഭവമായിട്ട് അത് മാറുന്നെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ചെറുപ്പക്കാരനായ ഒരു മകൻ ജിസ്മോൻ, ആ കുഞ്ഞ് നമ്മുടെ ടാമി മിനിസ്ട്രിയുടെ
കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്തിൻ്റെ ലീഡറാണ്. യൂത്തിൻ്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്കിളെ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയതേ ഉള്ളൂ, ഞാൻ ലീവ് എടുത്താൽ എൻ്റെ ജോലി എന്തു ചെയ്യും? നഷ്ടപ്പെടും. അപ്പം ഞാൻ ആ മോനോട് ചോദിച്ചു, മോനെ നീ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തവനാണ്, നീ ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. അങ്കിളെ സാഹചര്യം ജോലിയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ ജോലിക്ക് ഞാൻ കയറി, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, വന്നില്ല. കഴിഞ്ഞ ദിവസം പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് അന്ന് മോന അയച്ച അവിടെ വർഷിപ്പ് ലീഡ് ചെയ്തേ. അവൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അങ്കിളെ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിനകത്ത് ഇതുപോലെ തന്നെ ഒരു അപ്പൻ്റെ ഇതേ അനുഭവത്തിൽ തന്നെ അപ്പൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേഗത്തിൽ വായിച്ചു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പിതാവിനറിയാം ഒരു വീട് പോറ്റി പുലർത്തുന്നതിന്റെ ബുദ്ധിമുട്ട്. പിതാവ് നഷ്ടപ്പെട്ട ഒരു മാതാവിനറിയാം ആ ഭവനത്തെ ടേക്ക് കെയർ ചെയ്യുന്നതിന്റെ പോറ്റി പുലർത്തുന്നതിന്റെ ബുദ്ധിമുട്ട്. യഹോവ പറയാ, ഞാൻ അവരെ എന്ത് ചെയ്തു? പോറ്റി പുലർത്തി. കരയുവാപ്പൻ, അപ്പം കരയുക. എന്തിനെന്നറിയാവോ? ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് എന്ത് ചെയ്യുകയാ? നിങ്ങൾ എത്ര പേര് പറയും ദൈവസന്നിധിയിൽ ആരെങ്കിലും മത്സരിക്കുന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്നു, മത്സരം ആഭിചാരം പോലെ ദോഷമുള്ളതാണ്. മത്സരം ആഭിചാരം പോലെ ദോഷമുള്ളതാണ്. നിങ്ങൾ എത്ര പേര് പറയും ദൈവത്തോട് മത്സരിക്കുമ്പോൾ ആമേൻ ഞാൻ ചെയ്യുന്നത് ഒരു ആഭിചാര ക്രിയയായി മാറുക? സ്തോത്രം. യെശയ്യാവ് അവിടെ പ്രവചിച്ച് പറയുകയാണ്, ഞാൻ മക്കളെ എന്ത് ചെയ്തു? പോറ്റി വളർത്തി. പക്ഷെ അവരെന്നാ ചെയ്യുന്നേ? ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോയില്ലേലെന്നാ കുഴപ്പം, ആരാധിച്ചില്ലേലെന്നാ കുഴപ്പം, ഞായറാഴ്ച ചർച്ചിൽ പോയില്ലേലെന്നാ കുഴപ്പം, എനിക്ക് ആകുമ്പോ പോകും. ഇതാ മത്സരം. ഞാൻ ദൈവത്തിന് വേണ്ടി യേശുവിനെ ആമേൻ ഹല്ലേലൂയ രക്ഷകനായി സ്വീകരിച്ചില്ലെന്നാ കുഴപ്പം, ഞാൻ സ്നാനപ്പെട്ടില്ലെന്നാ കുഴപ്പം, ഞാൻ അഭിഷേകം പ്രാപിച്ചില്ലെന്നാ കുഴപ്പം, ഞാൻ ബൈബിൾ വായിച്ചില്ലെന്നാ കുഴപ്പം, ഞാൻ പ്രാർത്ഥിച്ചില്ലെന്നാ കുഴപ്പം. ഇതാ കുഞ്ഞെ മത്സരം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? കഥ പറയാം, ഞാൻ മക്കളെ എന്ത് ചെയ്തു? പറഞ്ഞേ, പോറ്റി വളർത്തി. ആഹാരത്തിന് ആഹാരം തന്നു, വസ്ത്രത്തിന് വസ്ത്രം തന്നു, ആമേൻ ഹല്ലേലൂയ, വായുവിന് വായു തന്നു. എല്ലാം തന്നില്ലേ? എല്ലാം തന്നില്ലേ? ഇടയ്ക്ക് ആരോ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി നമുക്കൊന്ന് ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അറിയാം സൗജന്യമായി നാം ശ്വസിക്കുന്നതിൻ്റെ വില എത്രയധികമാണ്. ഹല്ലേലൂയ. വീട്ടിൽ എൻ്റെ പപ്പയ്ക്ക് ഡെയിലി അരമണിക്കൂർ വെച്ച് ഓക്സിജൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനും അനിയനും ഞങ്ങൾ കൂടി പ്ലാൻ ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ഒരു മെഷീൻ വാങ്ങിച്ച്, ഒരു ഓക്സിജൻ മെഷീൻ വാങ്ങിച്ച് പപ്പയുടെ അടുക്കൽ വെക്കാം, എന്നും അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ? അങ്ങനെ പറഞ്ഞ് നോക്കിയപ്പോൾ ഓക്സിജൻ മെഷീൻ വാങ്ങിച്ചു വെക്കാൻ നോക്കിയപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് അടുത്തെങ്ങാണ്ട് അതിന് വിലയാകും. പ്രൈസലോ. നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പ്രൈസലോട് ഹല്ലേലൂയ. പിന്നെ ബ്ലോക്കിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഓക്സിജൻ മെഷീൻ എടുത്ത് പപ്പയുടെ ബെഡിൻ്റെ അടിയിൽ അടുത്ത് വെച്ചിരിക്കുക, ഡെയിലി അരമണിക്കൂർ എടുക്കാൻ. പക്ഷേ 24 മണിക്കൂറും സൗജന്യമായി ആമേൻ ഹല്ലേലൂയ ഞാൻ ശ്വസിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ പോറ്റി പുലർത്തുന്നത് ഞാൻ അറിയുന്നില്ല. അത് വെച്ച് ഞാൻ മത്സരിക്കുക. എന്ത് സംഭവിക്കുന്നു? മത്സരിച്ചു. വായിച്ചേ. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളത്തിന്റെ ഉടയവനെയും കഴുതത്തിന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. അപ്പൊ എന്തിനോടാണ് ദൈവത്തെ സ്നേഹിക്കാത്ത ദൈവം കരഞ്ഞുകൊണ്ട് മക്കളെ പറയുന്നത്? എന്തിനോടാ? കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. ആമേൻ ഹല്ലേലൂയ. പക്ഷെ എൻ്റെ മക്കൾ എന്നെ അറിയുന്നില്ല. അപ്പൊ എൻ്റെ മക്കളെ ആരാക്കിയ ആമേൻ പിതാവ് പറയുന്നത്? മൃഗത്തെക്കാൾ. സ്തോത്രം. ദേഷ്യം വരുമ്പോൾ ചില അമ്മമാരും അപ്പന്മാരും കഴുതെന്നൊക്കെ വിളിക്കും, അതിനേക്കാൾ ഒക്കെ ഒരു താഴെയാ. അതൊക്കെ ഇച്ചിരി നല്ലതായിട്ട് തോന്നും. വിളിക്കെല്ലാവരും പ്ലീസ്.
ആമേൻ, ഹല്ലേലൂയ. ഒരു കാരണവശാലും വിളിക്കരുത്. നമ്മൾ 10 പ്രാവശ്യം അങ്ങനെ വിളിച്ചാൽ മക്കൾ അങ്ങനെ തന്നെയായി മാറും. അതുകൊണ്ട് ദയവായി നിങ്ങൾ വിളിക്കരുത്. അത് ഞാൻ 26-ാം തീയതി പറയാം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയാം, കാള തന്റെ ഉടയവനെ അറിയും, കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയും, പക്ഷെ എന്റെ ജനം ഇസ്രായേലോ, 2 വാക്ക് നോക്കി, അറിയുന്നില്ല, അവരത് ഗ്രഹിക്കുന്നുമില്ല. അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. ദൈവത്തെ ദൈവമെന്നറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തെ പിതാവെന്നറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, മക്കളെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പരാജയമായിട്ട് മാറും. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ. ഇത് സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്കാണോ? അല്ല, കരച്ചിലോടെ പറഞ്ഞതാണ്, വിലാപത്തോടെ പറയാം. അടുത്തോടെ പെട്ടെന്ന് വായിച്ചേ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. എന്നോട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു വിടാം. നാം ദൈവത്തെ മറന്നാൽ ദൈവം നമ്മെ മറക്കും. പിതാവിനെ നീ മറന്നാൽ, അടുത്തൊരു വാക്ക് അവിടെ എഴുതി വെച്ചു, ഇതെന്റെ സന്തതിയല്ല, ഇത് ദുഷ്പ്രവർത്തിക്കാരൻ്റെ സന്തതിയാണ്. ആമേൻ. അതിനപ്പുറം ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം പറയാം, ദൈവത്തെ മനസ്സിലാക്കാതെ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാലം നമ്മുടെ മുമ്പിൽ വരും, അത് ദൈവം നമ്മളെ മറക്കുന്ന കാലമായിരിക്കും. അങ്ങനെ ദൈവം മറക്കുവോ? മറക്കും. വചനം പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഒരു ഗ്രൂപ്പ് പറയാ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് പക്ഷേ എന്താ പറയുന്നത്? നിങ്ങൾ ഇതെല്ലാം പറയുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതിന്റെ അർത്ഥം ദൈവം അത് മറന്നു കളഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, ദൈവ മക്കൾ എന്ന പേരിന്റെ അകത്ത് നിന്ന് ദൈവം മറന്ന മക്കളാകാൻ ഇന്ന് പകൽക്കാലം ടാമി ചർച്ചിന് ഇടയാകരുത്. ദൈവം സ്നേഹിക്കുന്ന മക്കളായി നിൽപ്പാൻ. ഹല്ലേലൂയ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, കർത്താവിന്റെ മുഖത്തേക്ക് അവിടുന്ന് നോക്കിയാട്ടെ. ഇന്ന് പകൽ ഒരു ആമേൻ ചിന്ത എന്നല്ല, ഒരു ശബ്ദം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അപ്പ നമ്മളെ നോക്കി കരയുന്നു. ഒരു പരിധി കഴിയുമ്പോൾ കർത്താവ് പറയും, ഞാൻ വിട്ടു, ഞാൻ വിട്ടു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവം എന്നെ വിട്ടു കളയണം? എങ്കിൽ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കണ്ട, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യണ്ട, അങ്ങനെ ലീവിച്ചാൽ മതി. എന്നാൽ കർത്താവ് മറന്നാൽ നമ്മുടെ ജീവിതം ഒരു വലിയ പരാജയമായി മാറും. അനേകർക്ക് എന്താ പറയേണ്ടത്? പരാജയത്തിൻ്റെ സൈനായി മാറും. ലോത്തിന്റെ ഭാര്യയെ പോലെ, ഗേഗസിയെ പോലെ, യൂദയെ പോലെ ഒരു പരാജയ ചരിത്രമായി മാറും. എന്നാൽ ഇന്ന് പകൽ കുറവുകൾ ഏറ്റുപറഞ്ഞ പത്രോസിനെ പോലെ, ബലഹീനതകളും കുറവുകളും വന്നിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയ ദാവീദിനെ പോലെ, അവൻ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളും പരാജയങ്ങളും ശൂന്യതകളും വെല്ലുവിളികളും ഉണ്ടായിട്ടും കർത്തൃവേലയ്ക്ക് വില കൊടുത്തു നിന്ന പൗലോസിനെ പോലെ ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേര് പറയും, ലോകം എനിക്കെതിരെ എന്ത് പറയുന്നു എനിക്ക് വിഷയമല്ല, പക്ഷെ എൻ്റെ അപ്പൻ എന്നെ നോക്കി കരയാൻ ഞാൻ ഇടയാക്കത്തില്ല. മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വചനം കിടക്കുന്നത്, പക്ഷെ ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ, നിനക്ക് നന്മയുണ്ടാകാൻ നിന്റെ അപ്പനെയും, നിനക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഞാൻ ആത്മാവിൽ പറഞ്ഞോട്ടെ, നന്മയുണ്ടാകാൻ യേശുവിനെ സ്നേഹിക്കാം, ദീർഘായുസ്സുണ്ടാകാൻ യേശുവിനെ സ്നേഹിക്കാം. യേശുവിനോട് എത്ര പേര് പറയും, അപ്പോൾ വിട്ടുപിരിഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട? ഇന്ന് പകൽ ആരെയൊക്കെയോ നോക്കി കർത്താവ് കരഞ്ഞു പറയാണ്, മടങ്ങിവാ, മടങ്ങിവാ, കം ബാക്ക് ടു മീ. യാത്രയിൽ ഞാൻ തളർന്നു, എന്നെ തന്നെ മറന്നു, എന്നെ വിട്ടകന്നു പോയി കൂടു തേടി അലഞ്ഞു, യാത്രയിൽ ഞാൻ തളർന്നു,
എന്നെ തന്നെ മറന്നു. ആരെങ്കിലും ഈ ജീവിതയാത്രയിൽ യേശുവിനെ മറന്ന് ജീവിക്കുന്നെങ്കിൽ നീ നിറഞ്ഞു വഴികളതിലെല്ലാം നീ വഴികാട്ടിയായി കരുണയിനുറവിടമായി എന്നിൽ നീ നിറഞ്ഞു വഴികളതിലെല്ലാം നീ വഴികാട്ടിയായി പാപ്പാ പാപ്പാ മകനാ നിൻ മകളായി പാപ്പാ അപ്പാ ഉറക്കെ വിളിക്കാം. പാപ്പാ മകനാ നിൻ മകളായി കൺമണി പോൽ കാക്കുന്നു എന്നെ വാത്സല്യമെന്നിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു എന്നെ നിൻ വാത്സല്യമെന്നിൽ പകർന്നു. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യ. അനാഥനല്ല മക്കളെ, അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. അനാഥൻ ഞാനല്ല, ഞാനൊരു അനാഥനല്ല, വിദൂരം നീയല്ല, ഞാനൊരു അനാഥനല്ല. അനാഥൻ ഞാനല്ല, എനിക്കൊരു അപ്പനുണ്ട്, വിദൂരം നീയല്ല, എനിക്കൊരു നല്ല അപ്പനുണ്ട്. അപമാനങ്ങളെ നീ ആ അപ്പൻ കരയാൻ ഞാൻ അനുവദിക്കും. എന്നെ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. മുത്തങ്ങളേകി രക്തോകളഴിച്ചെന്നിൽ പുതുവസ്ത്രമേകി വാരിപ്പുണർന്നെന്റെ മുത്തങ്ങളേകി രക്തോകളഴിച്ചെന്നിൽ പുതുവസ്ത്രമേകി. നമുക്കൊരപ്പനുണ്ട്, സ്വർഗത്തിൽ നമുക്കൊരപ്പനുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിക്കുന്നൊരപ്പൻ. ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. പുലർന്നെന്റെ മുത്തങ്ങളേകി രക്തോകളഴിച്ചെന്നിൽ പുതുവസ്ത്രമേകി വാരിപ്പുണർന്നെന്റെ മുത്തങ്ങളേകി രക്തോകളഴിച്ചെന്നിൽ പുതുവസ്ത്രമേകി. പാപ്പാ പാപ്പാ മകനാ നിൻ മകളാ. ഓ പാപ്പാ പാപ്പാ മകനാ നിൻ മകളാ. കൺമണി പോൽ കാക്കുന്നു എന്നെ നിൻ വാത്സല്യമെന്നിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു അപ്പൻ ഇന്ന് മകൾ കൺമണി പോലെ നമ്മെ കാക്കുന്നു. വാത്സല്യമെന്നിൽ പകർന്നു. പാപ്പാ പാപ്പാ മകനാ നിൻ മകനാ. Bless you, Lord. പാപ്പാ പാപ്പാ ഉൻ മകനാ നിൻ മകനാ. ഓ പാപ്പാ പാപ്പാ ഉൻ മകനാ ഉൻ മകനാ. എത്ര പേരുള്ളത്തിന് വിളിക്കും അപ്പാ.
അപ്പാ അപ്പാ അങ്ങയുടെ മകനാ. ലൂക്കോസ് 15 നമ്മൾ കാണുന്നു, പിതാവിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു മകന് വേണ്ടി രാപകലില്ലാതെ കാത്തിരിക്കുന്ന ഒരപ്പൻ, കരുതലോടെ കാത്തിരിക്കുന്ന ഒരപ്പൻ. ആ മകൻ ദൂരത്തു നിന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇനി നിന്റെ മകനൊന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അപ്പായുടെ അടുത്ത് ചെന്നിട്ട് പറയൂ, നിന്റെ ദാസന്മാരിൽ, നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണം. പക്ഷെ എന്റെ പൊന്നുമക്കളെ, എന്റെ അപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നീ എത്ര തകർന്നവനായി പോയാലും, നീ എത്ര മറുതലിച്ചു പോയാലും, നീ എത്ര പിന്മാറിപ്പോയാലും, നിന്റെ മടങ്ങി വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ശ്രേഷ്ഠകരമായത് കരുതിക്കൊണ്ട് കാത്തിരിക്കുന്ന ആ സ്വർഗീയ പിതാവ് ഇന്ന് പകൽക്കാലം ദൂരത്തു നിന്നവനെ കണ്ട് ദാസന് തുല്യം കാണുകല്ല, മകനേക്കാൾ അപ്പുറമായി, വീട്ടിൽ നിന്ന് മകനേക്കാൾ അപ്പുറമായി ആഴത്തിൽ അവനെ സ്നേഹിച്ച് ചേർത്തു പിടിച്ചതുപോലെ ഇന്ന് പകൽ അപ്പന്റെ കരച്ചിൽ മാറ്റാൻ എത്ര പേർ തയ്യാറാകും? ഒരു തീരുമാനത്തിന്റെ പകലായി മാറും. അപ്പോഴും നിൻ മകൻ ഞാൻ നിന്നെ വിട്ടെങ്ങു പോകും, ചേക്കേറാൻ കൂടു നീയേ, അറിവില്ല നാൾകളിലും. അപ്പോഴും നിൻ മകൻ ഞാൻ, നിൻ കണ്ണുകൾ എന്നിൽ നിന്നകന്നതില്ല, നിൻ നിഴലിൻ കീഴിൽ മറച്ചെന്നെ നീ, നിൻ കണ്ണുകൾ എന്നിൽ. കണ്ണുകൾ മാറാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമേ, ഇസ്രായേലിന്റെ പരിപാലകൻ, അവർ ഭയമൊന്നില്ല, അവർ ഉറങ്ങുന്നില്ല. പിതാവേ, അപ്പാ, യേശുപ്പാ, 2025 2-ാം ഞായറാഴ്ച ഞങ്ങൾ ചേർച്ച് ഒരു തീരുമാനം പറയുന്നു. ഞങ്ങൾ അങ്ങേ കരയിപ്പിക്കത്തില്ല. ഞങ്ങൾ നിമിത്തം അങ്ങ് കരയാൻ തക്കവണ്ണം ഞങ്ങൾ അങ്ങിൽ നിന്ന് അകലത്തില്ല. അങ്ങയോട് അനുസരണക്കേട് കാണിക്കത്തില്ല. അങ്ങയുടെ ആത്മാവിനെ തുച്ഛീകരിക്കത്തില്ല. അങ്ങയുടെ നന്മകൾ വൃഥാവെന്ന് ഞങ്ങൾ പറയത്തില്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചില്ല എന്ന് ഞങ്ങൾ പറയില്ല. അപ്പായുടെ സ്നേഹത്തോട് ഞങ്ങൾ ചേർന്ന് നടക്കും. സ്വർഗം അതിനായി ഞങ്ങളെ ബലപ്പെടുത്തും. പൂർണ്ണ സമർപ്പണത്തോടെ സഭ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, we love you അപ്പാ, we love you daddy, we love you, we love you, we love you. ഇത് കേവലം വാക്കല്ല, it's our life. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. ലവ് യു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ തട്ടിക്കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുക്കും. സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ, നമ്മുടെ യേശുപ്പയ്ക്ക് മുൻപിൽ നല്ല മകനായി, നല്ല മകളായി, വിശ്വസ്ത മക്കളായി, അനുസരണമുള്ള മക്കളായി, വിധേയത്വമുള്ള മക്കളായി, സ്നേഹമുള്ള മക്കളായി ജീവിക്കാം. May God bless you. We love you.